ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. നമ്മുടെ ഈ ഉറൂസിൻ്റെ ഇന്നത്തെ ഈ പരിപാടിയുടെ സദസ്സിലുള്ള സദാത്തുക്കൾ, ഉസ്താദുമാർ, മറ്റു പ്രിയപ്പെട്ടവരെ, സദസ്സിലുള്ളതായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ബിരിയലും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ആമീൻ. സുദീർഘമായി പ്രസംഗിക്കുന്നില്ല, സമയം 10 മണിയാണ്. ഒരു കാമണിക്കൂർ കൊണ്ട് ബുർദൻ്റെ ആൾക്കാർ ഇവിടെ വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വയലിൻ്റെ രൂപത്തിലൊന്നും പറയാൻ സാധ്യമല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണത് കൊണ്ട് ഒരു ദൈർഘ്യമേറിയ രീതിയിലുള്ള ഒരു വയലൊന്നും ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതിന് പറ്റിയ സമയവും അല്ല. മാത്രവുമല്ല, ഇവിടെ പ്രധാനമായി നടക്കാനുള്ളത് ബുർദയാണ്. എല്ലാവരും ആകാംക്ഷയോടെ ഇവിടെ വന്നിട്ടുള്ളതും അത് ഉദ്ദേശിച്ചു കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രവുമല്ല, ബുർദ ആലപിക്കാനുള്ള ആളുകൾ ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട് എന്ന് ഇതിനകം അറിയിച്ചതുകൊണ്ടും വിഷയാധിഷ്ഠിതമായ ഒരു നീണ്ട പ്രഭാഷണം ഈ സന്ദർഭത്ത് ഉചിതമല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. മാത്രവുമല്ല, കേരളക്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാഷകരെല്ലാവരും, പ്രധാനികളൊക്കെ ഇവിടെ വരികയും പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചകളിലും സുബഹിക്കൊക്കെ പ്രസംഗിക്കുന്ന എൻ്റെ പ്രസംഗത്തിന് ഒരു പ്രസക്തിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഏതായാലും ഇവിടെ ബുർദ ആലപിക്കാനുള്ള ആളുകൾ സ്റ്റേജിലേക്ക് വരുന്നത് വരെ ആ സമയത്തെ കവർ ചെയ്യുക എന്നുള്ള പണിയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിഷയങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതും നിങ്ങൾ മനസ്സിലാക്കിയതുമാണ്. ബുർദ എന്ന് പറയുന്നത് ഒരു ആത്മീയമായ
എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ ശുദ്ധീകരണം നടത്തുന്ന ഒരു മഹത്തായ അമലാണ്. അതിന് അതിൻ്റെതായ ഒരു രീതിയൊക്കെ ഉണ്ട്. അതിന് പ്രത്യേകമായ ഷർത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിലായി കിട്ടുമ്പോഴാണ് അതിന് ഏറ്റവും ഫലമുണ്ടായിത്തീരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാൻ അത് പരിപൂർണമാകണമെങ്കിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഈമാൻ ഇവിടെ പൂർത്തിയാവുകയുള്ളൂ. എപ്പോഴാണ് ഒരു അടിമയുടെ, ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഈമാനിൻ്റെ പൂർത്തീകരണം ഉണ്ടാകുന്നത്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ വിഷയം എടുത്തു നോക്കുകയാണെങ്കിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹിശാം റളിയല്ലാഹു തആല അൻഹു ഈ സംഭവം വിശദീകരിക്കുന്നത് കാണാം. ഞങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാം. ബുർദ ആലപിക്കുന്നത് കേൾക്കാൻ പോകുന്ന വിശ്വാസികൾ, അതൊരു നീണ്ട വിഷയമാണ്. 2 മണിക്കൂർ കൊണ്ടല്ലാതെ നിനക്ക് പറഞ്ഞിരിക്കാൻ കഴിയില്ല. അപ്പൊ അതിന്റെ ആമുഖം ഒരു 10 മിനിറ്റ് പറഞ്ഞ് ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്, ഒരു വിരലോടുകൂടി. അബ്ദുല്ലാഹി ഇബ്നു ഹിശാം റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ് ഒരു ദിവസം. വഹുവ ആഖിദും ബിയദി ഉമർ ഇബ്നുൽ ഖത്താബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൈപിടിച്ചു. എന്ന് വെച്ചാൽ സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു തലോടൽ. അങ്ങനെയാണല്ലോ നാം ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാൾ വളരെ സ്നേഹത്തോടുകൂടി ഒരു കാരുണ്യത്തിൻ്റെ കരങ്ങൾ നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന ഒരു തരം മാറ്റമുണ്ട്. ആ രീതിയിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൈപിടിച്ചു. ആ കൈപിടിക്കുന്ന സമയത്ത് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് മനസ്സിലായി ഇത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എൻ്റെ ശരീരത്തെ തൊട്ടിട്ടുള്ളത്. അതങ്ങനെയാണല്ലോ, ഒരാൾ നമ്മോട് സംസാരിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് സ്പർശിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശങ്ങൾ നമുക്ക് മനസ്സിലാവും. എന്നതുപോലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ കൈപിടിച്ചത്. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, ലാ അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. നബിയെ, നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. മിൻ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിനേക്കാളും ഏറെ നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ ലോകത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് തന്നിട്ടുള്ള എന്തെല്ലാമുണ്ടോ, എനിക്ക് തന്നിട്ടുള്ളതായ സർവകാര്യങ്ങളെക്കാളും യാ റസൂലല്ലാഹ്, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്ന നബിയെ, ഇല്ലാ മിൻ നഫ്സി, എൻ്റെ തടി ഒഴികെ എന്ന് പറഞ്ഞു. എന്നുവെച്ചാല് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ശരീരത്തെയാണ്. അത് കഴിഞ്ഞാൽ എൻ്റെ മക്കളെയല്ല, എൻ്റെ ഭാര്യയല്ല, ഞാനുമായി ബന്ധപ്പെട്ട ഒരാളെയുമല്ല, ഒരു വസ്തുവിനെയുമല്ല. എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയാകുന്നു.
ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉമർ തങ്ങളോട് പറഞ്ഞു, ലാ വല്ലദീ നഫ്സി ബിയദിഹി, ഉമറേ നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല, ഉമറേ നിങ്ങളുടെ വിശ്വാസം ശരിയായില്ല. ഏതൊരു അള്ളാഹുവിന്റെ കൈകളിലാണോ എന്റെ ശരീരമുള്ളതെങ്കിൽ ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഞാൻ പറയുന്നു. ഉമറേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ ശരീരത്തെക്കാളും നിങ്ങൾ എപ്പോഴാണോ എന്നെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അന്നാണ് ഉമറേ നിങ്ങളുടെ ഈമാനിന്റെ പൂർത്തീകരണം ഉണ്ടാകുന്നത് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. നിങ്ങളെ ശരീരത്തെക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടണം, അപ്പോഴാണ് നിങ്ങളുടെ ഈമാനിന്റെ പൂർത്തീകരണം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, അല്ലാഹുവിന്റെ തിരുദൂതരെ, എനിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ശരീരത്തെക്കാളും ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? എപ്പോഴാണോ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ അപ്പോഴേ അയാളുടെ ഈമാൻ പൂർത്തിയാവും. ബുർദ എന്ന് പറയുന്നത് ലോകതലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള 8 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള നിരവധി ഭാഷകളിൽ വ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ള ബുർദ എന്ന് പറയുന്ന മഹത്തായ ആ കാവ്യശകലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിനെ സംബന്ധിച്ച്, പുണ്യനബിയുടെ മഹത്വത്തെ സംബന്ധിച്ചുകൊണ്ട്, ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതകളെ സംബന്ധിച്ചുകൊണ്ട് സവിസ്തരമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഏതെല്ലാം സംഗതികൾ റസൂലുള്ളയോട് ബന്ധപ്പെടുന്നുവോ ആ വസ്തുക്കൾക്കെല്ലാം ബഹുമാനമുണ്ട്. നബിയോട് ബന്ധപ്പെടുമ്പോൾ അതിനൊരു പ്രത്യേക ബഹുമാനം ഉണ്ടാവും. ഇപ്പൊ ഈ ബുർദ എന്ന് പറഞ്ഞാല് മനുഷ്യന്മാർ വിചാരിച്ചിട്ടുള്ളത് ഇതൊരു ആസ്വാദന വസ്തു എന്നാ വിചാരിച്ചിട്ടുള്ളത്. ഇതൊരു ഇബാദത്ത് എന്ന് മനസ്സിലാക്കുന്നവർ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇത് കല്യാണ വീടുകളിൽ പാടുക, കലോത്സവങ്ങളിൽ പാടുക, എന്നിട്ട് അവിടെ നിന്നൊക്കെ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി, ഈ രീതിയിലാണ് ബുർദകളൊക്കെ പലപ്പോഴും ആലപിക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണ്, അവിടെ എന്താണ് അവിടെ നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കി ഇവിടെ അയാൾ പറയാൻ കഴിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുമ്പോൾ വളരെ ഗൗരവത്തിലെ കാര്യം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ബഹുമാനം. ഈ സ്റ്റേജ് ഇപ്പൊ റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്റ്റേജാണ്, കാരണം ഇവിടെ ബുർദാണ് പറയുന്നത്, അപ്പൊ അതിനൊരു ബഹുമാനമുണ്ട്. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പരിശുദ്ധ മദീനയിൽ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് പോകുന്ന ലക്ഷക്കണക്കിന് വരുന്നതായ വിശ്വാസികൾ പരിശുദ്ധ മസ്ജിദുൻ നബവിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി തിക്കും തിരക്ക് കൂടുന്നു. ഈ അടുത്ത കാലത്തിൽ അതിൽ നിയമത്തിന് മാറ്റം വന്നു. നേരത്തെ കാലത്ത് എടുക്കപ്പെട്ടിട്ടുള്ളതായ പെർമിറ്റിനനുസരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അതിന്റെ സമയത്തെ കാത്തു നിൽക്കുന്നു ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ. ഒരു വർഷത്തിൽ ഒരിക്കൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തേക്ക് ആ പാസ്പോർട്ടിന്റെ നമ്പറിന് അവിടെ അനുവദിക്കുകയില്ല. ആ നിലക്ക് ഇന്ന് നിയമം മാറിയിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? ആ സ്ഥലം എന്ന് പറയുന്നത് മബൈന ഖബരി വ മിംബരി റൗളത്തും മിർ റിയാലിൽ ജന്ന,
എൻ്റെ ഖബറിൻ്റെയും, ഖബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് താമസിച്ചത്. എവിടെ വെച്ച് വഫാത്തായോ അവിടെ വെച്ച് റസൂലുള്ളാഹിനെ മറവ് ചെയ്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുകയും വഫാത്താവുകയും കിടന്നുറങ്ങുകയും നടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു സ്ഥലം. വഖബരി വമിംബരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിന് വേണ്ടി നടന്നുപോയിട്ടുള്ള ആ മിഹ്റാബിന്റെ അടുക്കലിലുള്ള ആ മിമ്പറിന്റെ ഇടയിലുള്ള സ്ഥലം. അതിനെപ്പറ്റി പുണ്യനബി എന്താ പറഞ്ഞത്? റൗളത്തും മിർ റിയാലിൽ ജന്ന. അത് സ്വർഗത്തോപ്പിൽ നിന്നുള്ളൊരു സ്വർഗത്തോപ്പാകുന്നു. അത് സ്വർഗത്തിന്റെ ഒരു തോപ്പാണ്, ഒരു തോട്ടമാണ്. എന്താ അതിനത്ര മഹത്വം വരാൻ കാരണം? അത് നബിയോട് ചേർന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഏതെല്ലാം വസ്തുക്കൾ ബന്ധപ്പെടുന്നുവോ അതിനെല്ലാം മഹത്വമുണ്ട്. അതുകൊണ്ട് ആ സ്ഥലത്തിന് വലിയ മഹത്വമുണ്ട്. അത് സ്വർഗസമാനമായ സ്ഥലമാകുന്നു. ഒരാൾക്ക് അവിടെ നിസ്കരിക്കാൻ ഒരവസരം കിട്ടിയാൽ തന്നെ അയാൾ എഴുന്നേറ്റ് വരാൻ ആഗ്രഹിക്കാത്ത വിധം അയാൾ ആ സ്ഥലത്തെ ഇഷ്ടപ്പെടുന്നു. അവിടെ ധാരാളം സുജൂദ് ചെയ്യാൻ അയാൾ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലമായതുകൊണ്ടാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മഹാന്മാരായ പണ്ഡിതന്മാർ, ഉലമാക്കളെല്ലാം ഇത്തിഫാഖായ ഒരു സംഗതി പറഞ്ഞു. ഈ ഭൂമി ലോകത്ത് എല്ലാ വസ്തുവിനേക്കാളും, എന്തിനേറെ പറയുന്ന പരിശുദ്ധ കഅബയേക്കാളും മഹത്വമുള്ള സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ മഹാന്മാരായ ഉലമാക്കൾ ഐക്യകണ്ഠേന പറഞ്ഞു, അന്നൽ ബുഖഅത്തല്ലതി ജസദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിയ അഫ്ളലു ബിഖാഇൽ അർളി അലൽ ഇത്ലാഖ്. ലോകത്ത് ഏറ്റവും മഹത്വമുള്ള മണ്ണ് എന്ന് പറയുന്നത് പരിശുദ്ധ കഅബ നിൽക്കുന്ന മണ്ണല്ല, പരിശുദ്ധ കഅബാലയമുള്ള മണ്ണല്ല. ഈ ലോകത്ത് ഏറ്റവും മഹത്വമേറിയ ഒരു മണ്ണുണ്ടെങ്കിൽ, ഒരു സ്ഥലമുണ്ടെങ്കിൽ, അത് അഷ്റഫുൽ ഖൽഖിന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന റൗളയിലെ ആ ഭൂമിയാകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അഫ്ളലായ മണ്ണാത്തിനേക്കാളും മഹത്വമുണ്ട്. എന്താ അതിന് കാരണം? ത്തിനേക്കാളും മഹത്വമുണ്ട്. എന്താ അതിന് കാരണം? അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന മണ്ണാണ് എന്നതുകൊണ്ട്. ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികൾക്കും മഹത്വം ഏറെയാണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ ഖൽഖാണ്. അല്ലാഹുവിന്റെ സൃഷ്ടി ജീവജാലങ്ങളിൽ തന്നെ ഏറ്റവും ഉന്നതരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ഏറ്റവും ഉന്നതരാണ് എന്നല്ല. ഈ ലോകത്ത് എന്തെല്ലാം അല്ലാഹു പടച്ചിട്ടുണ്ടോ, അല്ലാഹുവിന്റെ അർശാകട്ടെ, അല്ലാഹുവിന്റെ കുർസാകട്ടെ, ഈ ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളെക്കാളും മഹത്വമുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ആ തങ്ങളുമായി ബന്ധപ്പെട്ട ഏത് സംഗതിക്കും മറ്റേതിനേക്കാളും മഹത്വമുണ്ട്. അപ്പൊ ബുർദ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല. ബുർദയെ സംബന്ധിച്ച് നമ്മൾ ആഴമായി പഠിക്കണം. ബുർദ ഉണ്ടാക്കിയിട്ടുള്ള മഹാനായ ഇമാം ബൂസൂരി തങ്ങളെ പഠിക്കണം നമ്മൾ. അപ്പൊ ഹൃദയത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുന്ന ഒരു ഹൃദയമായി മാറാൻ
ഇതൊക്കെ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്, നിങ്ങളെ ഈമാൻ തന്നെ പൂർത്തിയായിട്ടില്ല, ഞാനില്ലാത്ത ഒരു ഹൃദയം. എത്രത്തോളം അറിയോ നിങ്ങൾക്ക്? നിസ്കരിക്കാത്ത ആളോ സുന്നത്തെടുക്കാത്ത ആളോ സുന്നത്തോമ്പ ചെയ്യാത്ത ആളോ ഒന്നുമല്ലല്ലോ ഉമറുൽ ഫാറൂഖ് തങ്ങള്. നബിയുടെ ആജ്ഞയെ ധിക്കരിച്ചവരല്ല, നബിയുടെ ജമാഅത്ത് ഒഴിവാക്കിയവരല്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ജീവിക്കുന്ന കാലത്ത് മഹാനവർകൾക്കുണ്ടായിരുന്ന 2 ഈത്തപ്പഴത്തോട്ടങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോയി. തിരിച്ചു വരുമ്പോഴേക്ക് ളുഹറിന്റെ ജമാഅത്ത് കഴിഞ്ഞു മദീനത്തെ പള്ളിയിൽ. മഹാനവറുകൾക്ക് വിശാലമായ 2 ഈത്തപ്പഴത്തോട്ടങ്ങൾ. ആ ഈത്തപ്പഴത്തോട്ടം സന്ദർശിച്ച് വരവേ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് ളുഹർ ജമാഅത്ത് ഖളായി പോയി. പ്രിയപ്പെട്ട ഉറൂസിന് വന്നിട്ടുള്ള വിശ്വാസികളോട് ഞാൻ ഈ ചരിത്രം മുന്നിൽ വെക്കുകയാണ്. വഅളുകൾ എന്ന് പറഞ്ഞാൽ, പ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു കാട്ടിക്കൂട്ടലുകളല്ല. മാറ്റമുണ്ടാകണം, മനുഷ്യന്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകണം. മനുഷ്യൻ മാറി ചിന്തിക്കണം, വിശ്വാസി മാറി ചിന്തിക്കണം. ഒരുപാട് നല്ല സാഹിത്യപരമായ സംസാരങ്ങൾ പറഞ്ഞ് നീട്ടിപ്പറഞ്ഞ് മനുഷ്യരെ സുഖിപ്പിക്കുന്നതിലല്ല വഅലിന്റെ കഴമ്പുള്ളത്. അത് ഹൃദയത്തിലേക്ക് മിനൽ ഖൽബി ഇലൽ ഖൽബ്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറേണ്ട ഒരു അമൂല്യ വസ്തുവാണ് വഅൽ എന്ന് പറയുന്നത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഈത്തപ്പനയുടെ 2 തോട്ടങ്ങൾ സന്ദർശിച്ച് മദീനത്തേക്ക് തിരിച്ചു വരവേ ളുഹറിന്റെ ജമാഅത്ത് ഖളാ ആയപ്പോഴാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ചത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിലുള്ള ഒരു നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയ 2 ഈത്തപ്പഴത്തോട്ടങ്ങൾ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിന്റെ ശേഷം താൻ ഉണ്ടാക്കിയ തന്റെ ജീവിതമാർഗമായിട്ടുള്ള ആ ഈത്തപ്പഴത്തോട്ടങ്ങളെ സ്വതക്ക ചെയ്ത ആളാണ് ഉമറുൽ ഫാറൂഖ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ല മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ലക്ഷക്കണക്കിന് ദീനാറിന്റെയും ദിർഹമിന്റെയും വിലപിടിപ്പുള്ള മഹാത്തോട്ടങ്ങളെ അഷ്റഫുൽ ഖൽഖിന്റെ പിന്നിലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടല്ലോ. അതിനുവേണ്ടി 2 തോട്ടങ്ങളെയും ദാനം ചെയ്ത ആളാണ് ഉമറുൽ ഫാറൂഖ്. നമുക്കിപ്പോ നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ മഹത്വമൊന്നും കൂടുതൽ ആളുകൾക്കൊന്നും അറിയില്ല. പള്ളിക്ക് വന്നവരെന്നെ ജമാഅത്ത് തുടങ്ങിയാൽ തന്നെ അവിടെയും ഇവിടെയും ഒന്നെടുത്ത് ക്ലോക്ക് നോക്കി, വാച്ചിക്ക് നോക്കി, തുടി നേരെയാക്കി, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, മേപ്പോട്ട് നോക്കി, സംസാരിച്ച് ചിരിച്ച് അങ്ങനെയൊക്കെ ആയിട്ടായിട്ട് നിസ്കാരം കഴിയുമ്പോൾ വന്ന ഒരു അല്ലാഹു അക്ബർ കിട്ടിയ ജമാഅത്തൊക്കെ ഉണ്ട് കിട്ടിയെന്ന് മൂപ്പർ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. ആ അവസ്ഥയിലേക്കാണ് നമ്മളെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, അങ്ങനത്തെ ഉമറുൽ ഫാറൂഖ് തങ്ങളോടാണ് പറഞ്ഞത്, നിങ്ങളെ ഹൃദയത്തിൽ നിങ്ങളെ നഫ്സിനേക്കാളും നിങ്ങളെന്നെ ഇഷ്ടപ്പെട്ടാലേ നിങ്ങളെ ഈമാൻ പൂർത്തിയാവൂ. അപ്പൊ 2 വിഷയങ്ങളാണ് ഞാൻ ഇവിടെ പ്രതിപാദിച്ചത്. ഒന്ന്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത്, അത് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിക്കണം. അല്ലാതെ വെറുതെ പാടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. വെറുതെ ഇങ്ങനെ കുറെ രീതിയിലും ഭാവത്തിലൊക്കെ വെറുതായിട്ട് പാടി ഹൃദയത്തിൽ മുഹമ്മദ് നബി കയറിയില്ല. അങ്ങനല്ല വേണ്ടത്, ഹൃദയത്തിൽ ഉണ്ടാവണം. ഇവിടുന്നാണ് വരേണ്ടത്. മറ്റൊന്ന് ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് വസ്തുവിനും വലിയ ബഹുമാനമാണ് എന്നതുപോലെ ബുർദക്ക് വലിയ മഹത്വമുണ്ട്. മഹാനായ ഇമാമുൽ ബുസൂരി റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 608 ജനിച്ച് ഹിജ്റ 694 വഫാത്തായ 86 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച മഹാനാണ് ഇമാം ബുസൂരി. മഹാനവറുകളെ പേരുള്ള ബുർദന്റെ ഒരു സദസ്സായത് കൊണ്ട് ഞാനിത് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞ് പറയാണ് കേട്ടോ.
അപ്പം എൻ്റെ വയറ് നന്നാവണം ഒരാഗ്രഹം എനിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നൊരാഗ്രഹം എനിക്കുള്ളൂ. പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് പോകണം. വയലിനെ കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വേണം. 10 ആൾക്കാർ ആ വയൽ നല്ല ഉഷാറായി ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു പ്രയോജനമില്ലാത്തൊരു സംഗതിയാണ് ആ വാക്ക്. അതിനെക്കൊണ്ടൊരു കാര്യമൊന്നുമില്ല. പക്ഷെ ഹൃദയത്തിലേക്ക് ഇത് കയറണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പലരും ഇവിടെ ഇമാം ബുസൂരി തങ്ങളെ പരിചയപ്പെടുത്തുന്നത് മഹാനവറുകൾ വലിയ കവിയാണ്, നിമിഷക്കവിയാണ് എന്നൊക്കെയാണ് പ്രഭാഷണത്തിൽ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ഇമാം ബുസൂരി തങ്ങളാരാ? വലിയും മിൻ ഔലിയാ ഇല്ല, മഹാന്മാരായ ഔലിയാക്കളിലെ ഏറ്റവും പ്രധാനിയാണ് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് പുണ്യനബി യഖ്ലത്തിൽ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട കൈകളെ കൊണ്ട് ഇമാം ബുസൂരി തങ്ങളെ ശരീരത്തെ തടവപ്പെട്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലുള്ള ആ പുതപ്പെടുത്തുകൊണ്ട് ഇമാം ബുസൂരി തങ്ങൾക്ക് പുതപ്പിച്ചത്. ഇത് കേവലം ഒരു കവിയായതുകൊണ്ടല്ല. മഹാനായ ഇമാം ബുസൂരി തങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയും മിൻ ഔലിയാ ഇല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനാണ്. അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ഖബർ ഷരീഫിന്റെ അടുത്ത് നിങ്ങൾ പോയാൽ ആ പള്ളി, ഈജിപ്തിൽ അലക്സാൻഡ്രിയയിലുള്ള ആ പള്ളി, അവിടെ ഏറ്റവും പ്രധാനികളായ 3 ആളുകളുടെ മക്ബറകൾ ഒരേ കെട്ടിനുള്ളിൽ കാണാം. ഇവിടെ പോയവരുണ്ടാവും, അതേപോലെ തന്നെ സന്ദർശിച്ചവരുണ്ടാവും, സിയാറത്ത് ചെയ്തവരുണ്ടാവും. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ സിയാറത്ത് ചെയ്യാം, അള്ളാഹു തൗഫീഖ് ചെയ്തിട്ടുണ്ട്. ആ പള്ളിയില് മഹാനവറുകളുടെ ഖബറിന്റെ ചുറ്റുഭാഗത്ത് വളരെ മനോഹരമായി കൊത്തുപണികളിലൂടെ ബുർദ മുഴുവനും എഴുതി വെച്ചതായി കാണുന്നു. ലോകത്തിന്റെ വിവിധ ദിക്കുകളിലുള്ള ആളുകൾ വന്നുകൊണ്ട് ബുർദ അവിടെ ആലാപനം ചെയ്യുന്നു. അതിലൂടെ അവരുടെ കാര്യങ്ങൾ സഫലീകരിക്കപ്പെടുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായ ചരിത്ര പരമ്പരയുള്ളത് കൊണ്ടാണ്. മഹാനായ ഇമാം ബുസൂരി തങ്ങൾ എന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യമുള്ള കുടുംബം, ജീവിക്കാൻ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടം. ആ കാലഘട്ടത്ത് മഹാനവറുടെ കയ്യെഴുത്ത് എന്ന് പറയുന്നത് വളരെ നല്ല നിലക്ക് അറബി കയ്യെഴുത്താണ് മഹാനായ ഇമാം ബുസൂരി തങ്ങളുടെ. മാത്രവുമല്ല മഹാനവറുകൾ നിമിഷ കവിയായിരുന്നു എന്നുള്ളത് സത്യമാണ്. അറബി വ്യാകരണ ശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നവൻ. അക്കാലഘട്ടത്തിൽ അയ്യൂബി ഭരണകൂടത്തിന്റെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ അവരെ പ്രശംസിച്ചുകൊണ്ട് കാവ്യം പറയുന്ന ആളായിരുന്നു മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം മഹാനായ ഇമാം ബുസൂരി തങ്ങള്, ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലേക്ക് എടുക്കണം, ഈ മഹാനവറുകളെ പറ്റി, അവരെ പറ്റി നമ്മൾ പഠിക്കണം, മഹാന്മാരെ പറ്റി പഠിക്കണം, നമ്മൾ അവരെ ജീവിതം പഠിക്കണം. നമ്മൾ ഇമാം ബുസൂരി റളിയല്ലാഹു തആല അൻഹു ജീവിക്കാൻ വകയില്ലാതെ മഹാനവറുകൾ അന്ന് കൈറോയിൽ വെച്ചുകൊണ്ട് ഒരു ജോലി ഏറ്റെടുത്തു. എന്തായിരുന്നു ഇമാം ബുസൂരി തങ്ങളെ ജോലി എന്നറിയോ? ഖബർസ്ഥാനിലെ മീസാൻ കല്ലുകളിൽ മരിച്ചുപോയവരുടെ പേരെഴുതലാണ്. മരിച്ചുപോയവരുടെ പേര് ഖബർസ്ഥാനിലെ മീസാൻ കല്ലിൽ അവരെ പേരെഴുതി കൊടുത്താൽ കിട്ടുന്ന ചെറിയ കാശ് കൊണ്ട് ജീവിതം നയിക്കുന്ന ആളായിരുന്നു ഇമാമുൽ ബുസൂരി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം മഹാനായ ഇമാമുൽ ബുസൂരി റളിയല്ലാഹു തആല അൻഹു തന്റെ ജോലിയൊക്കെ ഒഴിവാക്കി ഇങ്ങനെ വരുന്ന സമയത്ത് അക്കാലഘട്ടത്ത് അറബ് ലോകത്തെ ഭരിച്ചിരുന്ന അയ്യൂബി ഭരണകൂടം കൊട്ടാരത്തിന്റെ കവിയായി മഹാനവറുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. സുബ്ഹാനല്ലാഹ്, ഇവിടെ കടക്കുന്ന മഹത്തുക്കളായ മഹാരഥന്മാരുടെ പരിസരത്ത് മഹാനായ ഇമാം ബുസൂരി തങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്നതിന്റെ കാരണത്താൽ, അത് കേൾക്കുന്ന കാരണത്താൽ എനിക്കും നിങ്ങൾക്കും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ
അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ വിഷയമാണ്. ഇമാം ബുസൂരി തങ്ങൾ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ നിമിഷക്കവിയായി പ്രവേശിച്ച് രാജാക്കന്മാരെ പറ്റി ഇങ്ങനെ പുകഴ്ത്തിപ്പാടുക, അതാണ് മൂപ്പരെ ജോലി. പിന്നെ രാജാവ് സിംഹാസനത്തിൽ വന്നിരിക്കും, സൈനികന്മാരും അതുപോലെ തന്നെ അനുയായികളെല്ലാം ചുറ്റുഭാഗത്തിരിക്കും. ഇമാം ബൂസൂരി തങ്ങൾ എന്ത് ചെയ്യും? രാജാക്കന്മാരെ പറ്റി ഇങ്ങനെ പാടും. അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ നമുക്ക് കാണാൻ കഴിയും. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന് പരിശുദ്ധ മദീനയിൽ പ്രത്യേകമായ ഒരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തു. എന്തിന്? പുണ്യനബിയുടെ മദ്ഹ് പറയാൻ. ഇവിടെ റബീഉൽ അവ്വൽ വരുമ്പോ സുന്നികളായ ആളുകൾ ഇവിടെ മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യുമ്പോ, ഇവിടെ ബുർദ പാരായണം ചെയ്യപ്പെടുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലപ്പെടുമ്പോ അതൊക്കെ ശിർക്കാണ്, അല്ലെങ്കിൽ ബിദ്അത്താണ്, പാടില്ലാത്തതാണ്, പുതുതായി സുന്നികൾ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ മേലിൽ കുതിര കയറുന്നവർ. കാന ലിഹസ്സാന മിമ്പറൻ ഫിൽ മസ്ജിദിൻ നബവി, മസ്ജിദുൻ നബവിയിൽ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങൾ പ്രത്യേകമായ ഒരു മിമ്പർ തന്നെ വെച്ചു കൊടുത്തിരുന്നില്ലേ? ഖുത്ബ ഓതാനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട മുഖം നോക്കിക്കൊണ്ട് റസൂലുള്ളാഹിനെ വർണ്ണിച്ച് പാടാനായിരുന്നു അത് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഈ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അയ്യൂബി ഭരണകൂടത്തിന്റെ ഭരണാധികാരികളെ സംബന്ധിച്ചുകൊണ്ട് മദ്ഹ് പറയലായിരുന്നു മഹാനവറുകളെ പണി. അങ്ങനെ ഒരു ദിവസം മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ രാജാവിനെ പറ്റി നല്ലോണം പാടി. അപ്പൊ ഈ രാജാവ് ജാക്കിയിൽ അങ്ങനെ കയറി, മൂപ്പര ഇതൊക്കെ കേട്ടിട്ടേ അപ്പൊ കൈ നിറയെ സമ്മാനം കൊടുത്തു. ആ കൈ നിറയെ കിട്ടിയ സമ്മാനവും എടുത്തുകൊണ്ട് മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു തആല അൻഹു സന്തോഷവാനായി തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഊടുവഴിയിലൂടെ ഇങ്ങനെ വരുമ്പോ ഒരു പ്രായം ചെന്ന താടി വെളുത്ത നിറമുള്ള ഏറ്റവും സൗന്ദര്യവാനായ ഒരു വൃദ്ധനായ മനുഷ്യനെ കണ്ടു. ഒരു പ്രായം ചെന്ന ഒരാൾ ഇമാം ബൂസൂരി തങ്ങളെ കണ്ടു. കണ്ട ഉടനെ ആ പ്രായം ചെന്ന വൃദ്ധനായ മനുഷ്യൻ ഇമാം ബൂസൂരി തങ്ങളോട് ചോദിച്ചു, അല്ല ബൂസൂരി, നിങ്ങൾ ഇന്നലെ രാത്രി റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടോ? ഇതായിരുന്നു ആ പ്രായം ചെന്ന വൃദ്ധനായ മനുഷ്യന്റെ ചോദ്യം. നിങ്ങൾ ഇന്നലെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടോ? ഇമാം ബുസൂരി തങ്ങള് ആ ചോദ്യത്തിന്റെ മുമ്പിൽ പകച്ചു നിന്നുപോയി. മഹാനവറുകൾ ആ ചോദ്യത്തിന്റെ മുമ്പിൽ പകച്ചു നിന്നുപോയി. ഒരു വൃദ്ധനായ മനുഷ്യൻ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, അവര് പോയി സിയാറത്താക്കേണ്ടി വരുമല്ലോ, ഇതൊരു വലിയ വിഷയം പറയല്ലേ, അവിടെ തങ്ങൾ പോയി സിയാറത്താക്കേണ്ടി വരും, നിങ്ങൾ ഇത് കേക്കി. ഇമാം ബൂസൂരി റളിയല്ലാഹു തആല അൻഹു ഈ വൃദ്ധനായ മനുഷ്യന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ പകച്ചുപോയി. എന്താ വൃദ്ധനായ മനുഷ്യൻ ചോദിച്ചത്? ഇന്നലെ രാത്രി നിങ്ങൾ പുണ്യനബിയെ സ്വപ്നത്തിൽ കണ്ടോ? ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞു, ഇല്ല. അങ്ങനെ വീട്ടിൽ പോയി തന്റെ കയ്യിലുള്ള സമ്മാനങ്ങളെല്ലാം വെച്ചതിന് ശേഷം ഈ വൃദ്ധനായ മനുഷ്യന്റെ ചോദ്യം ഇമാം ബൂസൂരി തങ്ങളെ ഹൃദയത്തിൽ അലയടിക്കാൻ തുടങ്ങി. ആ വൃദ്ധനായ മനുഷ്യൻ ചോദിച്ചത് ശരിയല്ലേ? എത്രയോ ആളുകൾ പുണ്യനബിയെ സ്വപ്നത്തിൽ കാണുന്നുണ്ട്, എന്തുകൊണ്ടാണ് എനിക്കതിന് സാധിക്കാതെ പോയത്? ഒരു മനുഷ്യനെ മാറാൻ ഒരു ടേണിംഗ് പോയിന്റ് എപ്പോഴും ഉണ്ടാവും. എപ്പോഴാണ് നന്നാവുക എന്ന് പറയാൻ കഴിയില്ല. അള്ളാഹു നന്നാവാനുള്ള ഒരു സബബുകൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരട്ടെ. മനുഷ്യന് എപ്പോഴാണ് നന്നാവുക, ആധ്യാത്മികതയുടെ മഹാസോപാനത്തിലേക്ക് എപ്പോഴാ എത്തുക പറയാൻ കഴിയില്ല. അള്ളാഹു തആല ചിലപ്പോൾ അതിനൊരു കാരണം ഉണ്ടാക്കും. മനസ്സിലായില്ലേ? ഇമാം ബൂസൂരി തങ്ങളുടെ അടുക്കൽ ഈ വൃദ്ധനായ മനുഷ്യന്റെ ഈ ചോദ്യം വറക്കിനെ നഷ്ടപ്പെടുത്തി. പിന്നെയാണ് ഇമാം ബൂസൂരി തങ്ങൾ ചിന്തിച്ചത്,
ഇനി അയ്യൂബി ഭരണകൂടത്തിന്റെ രാജാക്കന്മാരുടെ മുമ്പിൽ പോയി മദ്ഹ് പാടുന്നത് അവസാനിപ്പിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് തന്നിട്ടുള്ള കഴിവ്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് തന്നിട്ടുള്ള ശബ്ദം, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് തന്നിട്ടുള്ള നിമിഷ നേരം കൊണ്ട് കാവ്യം പറയാനുള്ള കഴിവ്, ഇതെല്ലാം ആരെപ്പറ്റിയായിരിക്കണം? അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബല്ലേ, ഈ ലോകം പടക്കാൻ കാരണക്കാരായവരല്ലേ, ഈ ലോകത്ത് അല്ലാഹു പടച്ച സർവ്വതിനേക്കാളും ഏറ്റവും മഹത്വമുള്ളവരല്ലേ. എത്രത്തോളം എന്ന ആയത്തിനെ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇമാം നബവി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ, ഈ ലോകത്തുള്ള മനുഷ്യർ ഏതെല്ലാം അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, ഈ ലോകത്തുള്ള മനുഷ്യർ അനുഭവിക്കുന്ന സകലമാന കാരുണ്യത്തിന്റെയും ഉറവിടം മുഹമ്മദ് നബിയാകുന്നു എന്ന് ഇമാം നബവി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകപ്പെടുന്ന, നമുക്ക് ലഭിക്കപ്പെടുന്ന ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ, ഈ ലോകത്ത് വെളിച്ചം, ഈ ലോകത്തിന്റെ വായു, ഈ ലോകത്തിന്റെ വെള്ളം, ഈ ലോകത്തിന്റെ പ്രകൃതി, ഈ ഭൂമിയുടെ സൗന്ദര്യം, ആകാശത്തിന്റെ സൗന്ദര്യം, മണ്ഡഘടാകങ്ങളുടെ സൗന്ദര്യം, ഇതെല്ലാം മുഹമ്മദ് നബിയുടെ റഹ്മത്തിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇമാം ബൂസൂരി തങ്ങൾ ചിന്തിച്ചു, ആ റസൂലിനെ പറ്റിയല്ലേ ഞാൻ പാടേണ്ടത്. അങ്ങനെ മഹാനവറുകൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, റസൂലുള്ളാഹിനെ പറ്റി മദ്ഹ് എഴുതാൻ തുടങ്ങി, ധാരാളം മദ്ഹ് എഴുതാൻ തുടങ്ങി. ഖസീദത്തുൽ മുഹമ്മദിയ്യ, ഖസീദത്തുൽ ലാമിയ്യ, ഖസീദത്തുൽ ഹംസിയ്യ, ഖസീദത്തുൽ മുളരിയ്യ, ഇതൊക്കെ മഹാനവറുകളുടെ കിതാബാണ്. അല്ലാതെ കേവലം ഒരു ബുർദ മാത്രം ഉണ്ടാക്കിയതല്ല ഇമാം ബൂസൂരി തങ്ങള്. ബുർദയെ പോലെ തന്നെ ധാരാളം ഖസീദകൾ മഹാനവറുകൾ എഴുതിയിട്ടുണ്ട്. യഹൂദി നസ്വാറാക്കൾക്കെതിരെ അതിശക്തമായ രീതിയിലാണ് ഖസീദത്തുൽ ലാമിയ ഉണ്ടാക്കിയത്. അപ്പൊ മഹാനവറുകൾ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ എഴുതി. ആ ഗ്രന്ഥങ്ങൾ മുഴുവനും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയാണ്. അങ്ങനെ റസൂലുള്ളാഹിനെ പറ്റി ഇങ്ങനെ കവിത ഇങ്ങനെ എഴുതി, സമാഹരണങ്ങൾ എഴുതി, ഗ്രന്ഥങ്ങളാക്കി ഇറക്കി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് പുണ്യ റസൂലിന്റെ ആ സ്നേഹത്തിന്റെയും ഖിദ്മത്തിന്റെയും വഴിയിൽ പോകുമ്പോഴാണ് ഇമാം ബൂസൂരി തങ്ങൾക്ക് ഒരു രോഗം വന്നത്. അല്ലാതെ സാധാരണ നമ്മൾ വയലിൽ കേൾക്കണം, മൂപ്പർക്ക് ഒരു രോഗം വന്നപ്പോൾ ഒരു വൈത്തുണ്ടാക്കി അങ്ങനെ റസൂലുള്ളാഹിനെ കണ്ടു. അതിന്റെ മുമ്പ് ഒരുപാട് ചരിത്രമുണ്ട്. മഹാനായ ഇമാം ബൂസൂരി തങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോകുന്ന, അല്ലെങ്കിൽ ശരീരത്തിൽ മറ്റു വ്രണങ്ങളുടെ വിഷയങ്ങളൊക്കെ പല രീതിയിൽ അതിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. എന്താവട്ടെ, ഒരു രോഗം വന്നു. ആ രോഗം വന്ന സമയത്ത് ആകാവുന്ന ചികിത്സകളൊക്കെ നടത്തി മഹാനവറുകൾ തന്റെ രോഗം ശിഫയാകുന്നില്ല എന്ന് കണ്ടപ്പോ, ഞാനിതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, രോഗങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, വലിയ വലിയ രോഗങ്ങൾ മനുഷ്യനെ വേട്ടയാടുന്ന കാലത്ത്, മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത്, കേൾക്കാത്ത, മുൻകാലങ്ങളിൽ കാണാത്ത, ചിന്തിക്കാൻ പറ്റാത്ത വലിയ വലിയ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലത്ത്, മുസ്ലിം ഉമ്മത്തിന്റെ, പ്രത്യേകിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളുകളുടെ കയ്യിൽ വലിയ ഒരു ആത്മീയമായ ആയുധമുണ്ട്. നമ്മുടെ കയ്യിൽ വലിയ ഒരു ആയുധമുണ്ട്, എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ, വരുന്ന മുസീബത്തുകളെ തടയാൻ. ശാരീരികമായി എത്ര വലിയ രോഗങ്ങളാകട്ടെ, ആ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യപ്പെടാൻ മാത്രം ശക്തിയുള്ള ആത്മീയമായിട്ടുള്ള ഒരു വലിയ ആയുധം നമ്മുടെ കയ്യിലുണ്ട്. ആ ആയുധത്തിന്റെ പേരാണ് ഖസീദത്തുൽ ബുർദ. ശരിക്കും നിങ്ങളത് മനസ്സിലാക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ.
പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്താൻ പോവാണ്. ബഹുമാനപ്പെട്ട തങ്ങളും സംഘമൊക്കെ നമ്മുടെ ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. അവരുടെയൊക്കെ ഖിദ്മത്തുകളിലൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അവരുടെ ശബ്ദത്തിലും അവരുടെ കഴിവിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ കയ്യിൽ വലിയ ഒരു ആയുധമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. പ്രത്യേകിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ വിശ്വസിക്കുന്ന നാം, നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ കൈമാറി വന്നിട്ടുള്ള നല്ല നല്ല പാരമ്പര്യ സ്വഭാവങ്ങളുണ്ട്. ആ പാരമ്പര്യ സ്വഭാവങ്ങളെ കൈപിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാവുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒട്ടനവധി ഗ്രന്ഥങ്ങൾ മഹാനായ പ്രിയപ്പെട്ടവരെ, മഹാനവറുകളുടെ ഷെയ്ഖായിരുന്നു മഹാനായ അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എവിടുന്നാണ് ഇമാം ബൂസൂരി തങ്ങൾക്ക് ഈ കഴിവുണ്ടായത്? ഈ ഞാൻ പറയപ്പെട്ടിട്ടുള്ള ഖസീദകൾ, ബുർദ അടക്കം, മുളരിയ അടക്കം, ഹംസിയ അടക്കം, ലാമിയ അടക്കമുള്ള നിരവധി ഗ്രന്ഥങ്ങൾ ഇത് എഴുതാൻ. അപ്പോൾ അവര് ഉസ്താദായ അബുൽ അബ്ബാസിൽ മുർസി തങ്ങൾ ചോദിച്ചു, സ്നേഹത്തോടുകൂടി തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ വേണ്ടി ചോദിച്ചോളിയാർ. ഔലിയാക്കൾക്ക് അതിന് സാധിക്കും. അവരുടെ പാരമ്പര്യത്തിൽ വന്നിട്ടുള്ളതായ, അവരുടെ ത്വരീഖത്തിൽ വളർന്നു വന്ന, അവരുടെ തർബിയത്തിൽ വന്നിട്ടുള്ള ആളുകൾക്ക്, മഹാന്മാരായ മശായിഖുമാർക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയും. ധാരാളം തെളിവുകൾ അതിനുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം എന്ന് ഖുർആൻ പറയണില്ലേ റസൂലുള്ളാഹിനെ പറ്റി. നേരായ വഴിയിലേക്ക് ആളുകളെ വഴി നടത്താൻ അങ്ങേക്ക് കഴിയും എന്ന് പറയണില്ലേ. ഇപ്പോ മുഹിയുദ്ദീൻ മാല എടുത്തു നോക്കിയാൽ, മുഹിയുദ്ദീൻ മാലയിൽ തങ്ങളെ പറയുന്നുണ്ട്, നിലനെ കൊടുഫാനും നിലനെ കളവാനും നായന്നവർക്ക് അനുവാദം കൊടുത്തോവർ. ഔലിയാക്കൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. അവരെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അത് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു കഴിവാണ്. അത് അവരുടെ ഹയാത്തിലും കഴിയും, അവരുടെ വഫാത്തിന്റെ ശേഷവും കഴിയും. അതിനാണ് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്നത്. മഹാനായ അബുൽ അബ്ബാസിൽ മുർസി തങ്ങളുടെ അടുക്കൽ രണ്ട് ശിഷ്യന്മാർ ഇരിക്കുമ്പോ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളോട് ചോദിച്ചു, രണ്ടാളോടും പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോളിയാർ. അപ്പൊ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറഞ്ഞു, ഉസ്താദേ, എനിക്ക് വലിയ ഹിക്മത്തുകൾ അടങ്ങിയിട്ടുള്ള, വലിയ അർത്ഥസമ്പൂർണമായിട്ടുള്ള, മുസ്ലിം ലോകത്തിന് എന്നും ഓർമ്മിക്കാൻ പറ്റാവുന്ന വിധത്തിൽ ഒരു വലിയ ഗ്രന്ഥം ഉണ്ടാക്കണം. അതാണ് ശിഷ്യന്റെ ആഗ്രഹം. അതാണ് അവര് തന്റെ ഉസ്താദിന്റെ അടുക്കൽ പറഞ്ഞത്. ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, അതങ്ങനെ സംഭവിച്ചിരിക്കും എന്ന് പറഞ്ഞു. പിന്നീട് എന്തുണ്ടായി? ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ഹിക്മുൽ അത്തായിയ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയില്ലേ? ആ ഗ്രന്ഥത്തെ സംബന്ധിച്ചുകൊണ്ടല്ലേ മഹാന്മാരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാ കാദൽ ഹിക്മു അൻ യകൂന ഖുർആനാ എന്താ പറഞ്ഞത്? ഹിക്കമിനെ നോക്കുമ്പോൾ ഹിക്കം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ അർത്ഥവ്യാപ്തി, ആ ഹിക്കം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം, അതിന്റെ വിശാലത, അതിന്റെ അർത്ഥ സമ്പൂർണത, ഇതെല്ലാം കാണുമ്പോൾ കാദൽ ഹിക്മു അൻ യകൂന ഖുർആനാ, ഖുർആൻ എന്ന് വിചാരിച്ചു പോകും. അത്രമാത്രം ആശയങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ ഹിക്കമിനെ പറ്റി പറഞ്ഞില്ലേ? അത് ആ ഉസ്താദിന്റെ പ്രാർത്ഥനയാണ്. അതിനാണ് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച അയാൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ്മാരുടെ അടുത്ത് കൊണ്ടേ കുട്ടികളെ പ്രാർത്ഥിപ്പിക്കണോ, ദുആ ചെയ്യിപ്പിക്കണോ. മഹാനായ ഇമാം ബൂസൂരി തങ്ങളോട് പറഞ്ഞു, അനക്കെന്താ വേണ്ടി ചോദിച്ചു. എനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുകൊണ്ട് വലിയ മദ്ഹുകൾ എഴുതണമെന്നാണ് എൻ്റെ ആഗ്രഹം.
അതാണ് അവരുടെ ഈ ഉസ്താദുമാരുടെ ദുആ, മഹത്തുക്കളുടെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ അവരെ വലിയ ദർജയിലേക്ക് എത്തിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനവരുടെ ചരിത്രം വിശാലമായി പറയാനൊക്കെ വിചാരിച്ചതാണ്. ഏതായാലും തങ്ങളും സംഘമൊക്കെ ഇവിടെ എത്തി. ബുർദ അൽഹംദുലില്ലാ ഞാൻ പറഞ്ഞ അതിന് ഒരുപാട് ഷർത്തുകളുണ്ട്. 9ഓളം ഷർത്തുകൾ മഹാന്മാർ പിന്നെ അതിൻ്റെ ഷറഹിലൊക്കെ ധാരാളം പറയുന്നത് കാണാം. 1-ലധികം പിന്നെ എന്താ പറയുക ഷർഹുകളുണ്ട്. പിന്നെ ബുർദക്ക് വിശാലമായ ഷർഹുകളുണ്ട്. അതിൽ 9ഓളം നിബന്ധനകൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ബുർദ പാരായണം ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ആത്മീയമായ വശങ്ങളുണ്ട്. പല സംഗതികൾ അതിലുണ്ട്. സമയത്തിൻ്റെ അഭാവം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.